ഇന്ന് നമ്മൾ പോകുന്നത് കടമക്കുടിയിലേക്കാണ്. സൺസെറ്റിന്റെ സമയത്ത് ഒരുപാട് കാഴ്ചകൾ ഒളിപ്പിച്ച് കിടക്കുന്ന സ്ഥലം, ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം. നമ്മളിപ്പോ പോകുന്നത് പിഴല എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ്. പോകുന്ന വഴിയിൽ കേരളത്തിന് അഭിമാനമായ വാട്ടർ മെട്രോ ഞങ്ങൾ കണ്ടു. 78ലധികം ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് എഞ്ചിൻ കൊണ്ട് പ്രവർത്തിക്കുന്ന ബോട്ടുകൾ. ഏകദേശം 76 കിലോമീറ്ററിലധികം വരും ഇതിന്റെ റൂട്ട് ലെങ്ത്. ഹൈക്കോട്ടാണ് വാട്ടർ മെട്രോന്റെ മെയിൻ സ്റ്റേഷൻ. ഞങ്ങളങ്ങനെ കണ്ടെയ്നർ റോഡിൽ നിന്ന് സർവീസ് റോഡ് കയറി. പിഴല എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് കണ്ടെയ്നർ റോഡിന്റെ സൈഡിൽ തന്നെയാണ്. പിഴല ബ്രിഡ്ജിന്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. സൺസെറ്റ് ആവാനായിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചു ദൂരം മാത്രമേ കടമക്കുടിയിലേക്കുള്ളൂ. വാഹനങ്ങൾ കൊണ്ട് അധികം തിരക്കൊന്നുമില്ലാത്ത, കാഴ്ചകൾ കാണാനും വെറുതെ വന്നിരിക്കാനും വൈബടിക്കാനും പറ്റിയ സ്ഥലം. ഇവിടെ നിന്നുള്ള സൺസെറ്റും അടിപൊളി വ്യൂ തന്നെയാണ്. കപ്പിൾസിന്റെ മെയിൻ സ്പോട്ട് കൂടിയാണിത്. ഈ ഭാഗത്ത് സീനിക് ആയിട്ട് ഒരുപാട് റെസ്റ്റോറന്റ് ഉണ്ട്. പിഴല ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വീതി കുറഞ്ഞ വഴികളിലൂടെയാണ് പോയത്. ഈവനിങ് ടൈം ആയതുകൊണ്ട് കുറെ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നതും അങ്ങനെ കുറെ കാഴ്ചകൾ നമ്മൾ കണ്ടു. ഈ ഭാഗത്ത് കുറെ കനാലുകൾ നമുക്ക് കാണാം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വീതി കുറഞ്ഞ വഴികളും. അങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ട് കടമക്കുടിന്റെ ഇപ്പുറത്തെ സൈഡിലെത്തി. ഇനി ജങ്കാറിൽ അക്കരയ്ക്ക് പോകണം. ഒരുപാട് ജങ്കാറുണ്ട് കേട്ടോ. ഇതാണ് കടമക്കുടി. ഈ ഭാഗം എല്ലാം കടമക്കുടിയാണ് വരുന്നത്. നമുക്ക് മെയിൻ സ്പോട്ട്, ഈ റീൽസിലൊക്കെ കാണുന്ന മെയിൻ സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ജങ്കാറ് വരുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പിഴല. ഇതിന്റെ തൊട്ടടുത്തുള്ള ജങ്കാറാട്ടോ. ഇതാട്ടോ പിഴല ചരിയംതുരുത്ത് ഫെറി. അവിടെ നിന്ന് മനോഹരമായ കുറച്ച് കായൽ കാഴ്ചകൾ കണ്ടു. ഇനി വെറും 2 കിലോമീറ്റർ മാത്രമേ നമ്മുടെ ടാർഗറ്റ് സ്പോട്ടിലേക്കുള്ളത്. ഈ ജങ്കാറിലേക്ക് വാഹനങ്ങൾ കയറ്റുക എന്നുള്ള ഒരു ടാസ്ക് തന്നെയാണ്. കൊച്ചിയിൽ ഇതുപോലുള്ള ജങ്കാറുകൾ ഒരുപാടുണ്ട്. കടമക്കുടിന്റെ ഈ ഭാഗമെല്ലാം കൂടുതലും തുരുത്തുകൾ പോലെയാണ്. കുറെ ഏരിയ കായൽ പ്രദേശം തന്നെയാണ്. പാലങ്ങളും ജങ്കാറുകളുമാണ് ഈ തുരുത്തുകളെല്ലാം ഒരുമിപ്പിക്കുന്നത്. എക്സ്പേർട്ട് അല്ലാത്തവര് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് വേണം വലിയ വാഹനങ്ങൾ ജങ്കാറി കയറ്റാൻ. ഞങ്ങൾ 2 ആൾക്കാർക്കും ബൈക്കിനും 20 രൂപയാണ് ആയത്. റോഡ് മാർഗവും കടമക്കുടിക്ക് വരാം. ഞങ്ങൾക്ക് ഈ റൂട്ടിൽ വരുവാണെങ്കിൽ കിലോമീറ്ററുകൾ ലാഭിക്കാം. സൺസെറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അവിടെ എത്തുന്നതിന്റെ മുമ്പ് സൺസെറ്റ് തീരുമോ എന്നാണ് ഞങ്ങളുടെ ഡൗട്ട്. ഈ ഒരു ഭാഗത്ത് കാഴ്ചകൾ കാണാൻ മാത്രമല്ല ഫിഷിങ്ങിനൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടു. 2 സൈഡിലും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, നടുക്കൂടെ വഴി, അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ മൊത്തം. ഈ ഭാഗത്ത് ഒരുപാട് മീൻ കൃഷിയും ചെമ്മീൻ കൃഷിയും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കടമക്കുടിയിലേക്കുള്ള മെയിൻ റോഡിലേക്ക് കയറി. വേറെ ലെവൽ സ്ഥലം. നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെ കിടിലൻ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ വമ്പൻ നഷ്ടം തന്നെയാണ്. എന്റെ ലൈഫിൽ സൺസെറ്റ് കണ്ടതിൽ ഏറ്റവും മനോഹരമായിട്ട് തോന്നിയത് ഇത് തന്നെയാണ്. ഒരുപാട് വിദേശികൾ ഇത് കാണാൻ തന്നെ ഇവിടെ വരുന്നുണ്ട്. എന്നിട്ടും ഞാനൊക്കെ ഇത് കാണുന്നത് ഇപ്പോഴാണ്. ഓണത്തിന്റെ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഈ സ്ഥലത്തുണ്ട്. ചെറിയ രീതിക്ക് എക്സസൈസ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സും ഈ സൈഡിൽ തന്നെ ഉണ്ട്. റോഡിന്റെ ഒരു സൈഡിൽ കൂടെ വാക്ക് വേയും ഒരുപാട് കടകളും ഈ പരിസരത്തുണ്ട്. നല്ല ടാറിങ് റോഡ്, 2 സൈഡിലും വെള്ളം. ഈ സ്ഥലം വന്നില്ലായിരുന്നെങ്കിൽ മിസ്സായാനെ. ഒരുപാട് ഇഷ്ടമായി ഇവിടെ. ചെറുപ്പക്കാരാണ് കൂടുതലും, പക്ഷെ ഫാമിലിയും ഉണ്ട്. വാഹനങ്ങളുടെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇതിലെ കുറെ വാഹനങ്ങളുടെ വീഡിയോ എടുക്കുന്നതും കണ്ടു. ഞങ്ങളിവിടെ നിർത്തി. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. കൗതുകം തോന്നി കുറച്ചുകൂടെ മുന്നോട്ട് പോയി. പിന്നീട് സൺസെറ്റ് മിസ്സാവുമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചു. ക്യാമറ ഓഫ് ചെയ്യാൻ പറ്റാത്ത കാഴ്ചകൾ. അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നു. ഇവിടെയാണ് കിടിലം സ്ഥലം. അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ബൈക്കിൻ്റെത് ഞങ്ങളുടേത്. സൺസെറ്റ് ഓൾമോസ്റ്റ് തീരാനായി. പക്ഷേ ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കുന്നു. ഇവിടെ ഒരുപാട് കടകളുണ്ട്, ചായക്കട അതിനൊക്കെ ആയിട്ട്. ഇവിടെ കണ്ടോ വണ്ടികളുടെ ഷൂട്ടിങ് കണ്ട. ഫാമിലി പിള്ളേരൊക്കെ ആയിട്ട് വന്നിരുന്ന് എൻജോയ് ചെയ്യുന്നു. അവിടെ ഫിഷിങ്ങിനൊക്കെ വന്നിരുന്നു. ചൂണ്ടയൊക്കെ ആയിട്ട് വന്നിട്ട് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എത്ര ടൈം എടുത്തിട്ടും സൺസെറ്റ് കാണാൻ പറ്റും. ഒരിക്കലും നമ്മളെ മടുപ്പിക്കുന്ന കാഴ്ചകളല്ല. ഇത് വലിയ ആഴമൊന്നുമില്ല കേട്ടോ. നമുക്ക് താഴെയുള്ള കക്കയൊക്കെ കാണാം. കുറച്ച് ഇതുള്ളൂ. നമ്മുടെ മുട്ടപ്പം പോലും വെള്ളമില്ല ഇതിൻ്റെ അകത്ത്. സ്കൈ നോക്കി എന്ത് രസമാണ്. നല്ല ഓറഞ്ച് കളർ സൺസെറ്റ്. സൂര്യൻ മറഞ്ഞുപോയി. നമുക്ക് നല്ല സ്കൈ നല്ല ഓറഞ്ച് കളറിൽ കാണാം. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇപ്പോഴും കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇത് വീക്കെൻഡ് പോലും അല്ല. ഈ സമയത്ത് ഇത്രയും തിരക്കാണെങ്കിൽ സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ. നമ്മൾ ആ ഭാഗത്തുനിന്ന് വന്നേ. അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് എല്ല് പോലെ ഇങ്ങനെ തിരിച്ച് ഇതിലേ വന്ന് ഈ വഴി കൂടെ ഇതുവരെ നമുക്ക് ചെറിയ കുടിലുകൾ പോലെ, കുടിലല്ലത് എനിക്ക് തോന്നുന്നു ചെമ്മീൻ കെട്ടിൻ്റെ ഇതൊക്കെയാണ്, ചീന പോലെ കണ്ടത്. അപ്പം അതിൻ്റെയൊക്കെ പണിസ്ഥലങ്ങളായിരിക്കും അത്. ചന്ദ്രനെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം.
നല്ല കാമായിട്ടുള്ള കുറച്ച് മലയാളം പാട്ടും കേട്ട് ഈ അടിപൊളി സൺസെറ്റും കണ്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്നു. ഞങ്ങളിരുന്നതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഫാമിലിയും ഉണ്ടായിരുന്നു, 2 മക്കൾ, അച്ഛനമ്മ. ഇങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എന്തായാലും റിലാക്സ് ആവും. കളർഫുള്ളായ ഈ ആകാശത്തോടെ ഒരുപാട് പക്ഷികൾ പറക്കുന്നതും കാണാം. ഇതിൽ ബസ്സുണ്ട് കേട്ടോ, KSRTC ബസ്. വരാപ്പുഴ, കടമക്കുടി വരാപ്പുഴ ബസ്സാണിത്. ഒരു ബസ്സിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും. രണ്ടുപേര് നടപ്പുണ്ട് കേട്ടോ, കുറേ നേരമായിട്ട് ഇമ്മ 2 പേരും എല്ലാവരും കുറേ നടക്കും. മോനെ യമണ്ടൻ സീന്, ഇത് പിങ്ക് കളറൊക്കെ ആവുന്നു സ്കൈ. ലൈറ്റ് അടിക്കുന്ന നോക്കി, റേസ് വരുന്ന നോക്കി. സൂര്യൻ അസ്തമിച്ചു, പക്ഷെ എന്നാലും സ്കൈൻ്റെ കളർ നോക്ക്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മറയുമില്ലാതെ ഫുൾ സ്കൈ നമുക്ക് കാണാൻ പറ്റും. അടിപൊളി കാഴ്ചകളായിരുന്നു. സ്കൈൻ്റെ കളറ് പലതും മാറി മാറി വന്നു. സൂര്യനെ അസ്തമിച്ചു, ഞങ്ങളാണ് പോകാനൊക്കെ തുടങ്ങിയത് ഇത് സ്കൈൻ്റെ കളറ് മാറും. എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിനിടയ്ക്കൂടെ ഇടയ്ക്കിടയ്ക്ക് പക്ഷികൾ പറക്കുന്ന നടക്കും. രാത്രിയിൽ ചന്ദ്രന്റെ കാഴ്ചയും വേറെ തന്നെയായിരുന്നു. ഫോണിൽ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. മനസ്സ് നിറഞ്ഞ് പിന്നീട് അവിടുന്ന് യാത്ര മുടക്കും.